ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യൂട്ട് ആയിട്ടുള്ളൊരു കുട്ടി ടോപ്പാണ് ചെയ്യുന്നത്. ഫുൾ ഫ്ലവേഴ്സ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3 to 4 year old കിഡ്സിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്കൊന്ന് കാണാം. ഈ ഒരു ടോപ്പ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അതിനാകെ വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് ടോപ്പിൻ്റെ നീളം, പിന്നെ ചെസ്റ്റ് റൗണ്ട്, പിന്നെ ഒന്ന് വേസ്റ്റ് റൗണ്ട്. ഇത് 3 to 4 year കിഡ്സിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഷോൾഡർ പോയിന്റ് എടുത്തിരിക്കുന്നത് 4.75 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു ടോപ്പിൽ നമ്മൾ ഷോൾഡറിൽ സ്ട്രാപ്പാണ് പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന് എടുത്തിരിക്കുന്ന അത്രയും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചെടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ചെസ്റ്റ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് 5.5 ഇഞ്ച്. അതിനകത്ത് ഞാൻ ഈസ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈസ് വേണമെങ്കിൽ അതിനോടൊപ്പം ഒരു 0.25 ഇഞ്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ ഇറക്കമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മുടെ വേസ്റ്റ് സൈസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 5.25 ഇഞ്ചാണ്. വേസ്റ്റിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് നമ്മുടെ കൈക്കുഴിയുടെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. 2 സെൻറ്റർ പോയിന്റ് ഞാൻ ഇതേപോലെ ടേപ്പ് വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ആദ്യത്തെ സെൻറ്റർ പോയിന്റിൽ നിന്ന് അകത്തോട്ട് എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഈ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. ഞാൻ പിന്നെ ആ ഒരു ബോഡി കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഈ എഴുതുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ടോ, അത് മാത്രമാണ് നമുക്ക് ഈ ഒരു ബോഡി ചെയ്യാനായിട്ട് വേണ്ടത്. ഈ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷൻ മാത്രം മതി. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഈ കൊടുക്കുന്നത് സെൻറ്റർ ഫ്രണ്ട് അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ടാണ് ട്രേസ് ചെയ്യുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ 2ആയിട്ട് മടക്കിയിടുന്നിടത്തൊരു ഫോൾഡിങ് വരുമല്ലോ, ആ ഫോൾഡിൽ വേണം ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത സെൻറ്റർ ഫ്രണ്ട് അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യാൻ നമ്മൾ 4 തുണി എടുത്തിട്ടുണ്ട്. 2 നെറ്റ് തുണി എടുത്തിട്ടുണ്ട്, പിന്നെ സാറ്റിൻ, പിന്നെ ഒന്ന് കോട്ടൺ ലൈനിങ്. നെറ്റ് തന്നെ ഞാൻ ബ്ലാക്കും എടുത്തിട്ടുണ്ട്, റെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോട്ടൺ തുണിയാണ് എടുക്കുന്നത്. അതിൻ്റെ സൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അതിൽ നമ്മൾ ഫ്രണ്ട് ബോഡീസും ട്രേസ് ചെയ്യുക, ബാക്ക് ബോഡീസും ട്രേസ് ചെയ്യുക. ഈ ഒരു സെയിം പാറ്റേൺ പേപ്പർ തന്നെ മതി നമുക്ക് ഫ്രണ്ടും ബാക്കും ട്രേസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സെൻറ്റർ ഫ്രണ്ട് കണ്ടോ, ഈ ഫാബ്രിക്കിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം ആ സെൻറ്റർ ഫ്രണ്ട് അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് എന്ന് എഴുതിയ സൈഡ് വെക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ട്രേസ് ചെയ്യാൻ. ബാക്ക് ബോഡീസ് നമ്മൾ ട്രേസ് ചെയ്യുമ്പം ഒരു 1/4 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാൻ. കാരണം നമ്മൾ പുറകിൽ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്യാൻ ഒരു തയ്യൽ തുമ്പ് വേണമല്ലോ, അതിനാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്, അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള തുണിയിലും ട്രേസ് ചെയ്തെടുക്കുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ തുണിയും ഫ്രണ്ടും ബാക്കും എല്ലാം നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 4 നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നീളം വന്നിട്ട് ഒരു 20 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വീതി വന്നിട്ട് 6 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നീളം നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. നമ്മളൊരു ഷോൾഡറിലൊന്ന് ബോ പോലെ കെട്ടിയിട്ട് കുറച്ച് പോർഷൻ ഇങ്ങനെ താഴത്തോട്ട് കിടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നീളം ഒരു 20 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കുറച്ചെടുക്കണമെങ്കിൽ അതിൽ കുറച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ ഓരോ പീസിൻ്റെയും ഒരു ഭാഗത്ത് ഇതേപോലെ ചെറുതായിട്ട് ചുരുക്ക് കൊടുത്തിട്ടൊന്ന് അവിടെ ഒന്ന് തയ്ച്ചെടുക്കുക. അതായത് നമ്മുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്താണ് നമ്മളിങ്ങനെ ചുരുക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഇനി നമുക്ക് സ്ട്രാപ്പ് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് ബോഡിയിൽ നമ്മളൊരു സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 2 സൈഡിലോട്ട് നമ്മളൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ കഴുത്തകലം എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലാണ് നമ്മൾ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നത്. ഇനി ബാക്ക് ബോഡിയിലാണെങ്കിൽ നമ്മൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടായിരുന്നല്ലോ സെൻറ്ററിൽ, അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മൾ നീക്കി വേണം ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ 1/4 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് നമ്മുടെ സ്ട്രാപ്പ് പിടിപ്പിക്കാനായിട്ടുള്ള, അതായത് ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ്. ആ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം വേണം 2.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാൻ കേട്ടോ. ഇനി നമ്മൾ ഈ പോയിന്റിൽ ഈ സ്ട്രാപ്പ് ഇതേപോലെ ചുരുക്കി ചുരുക്കി വെച്ചിട്ട്
നെറ്റിൻ്റെ സ്ട്രാപ്പാണ്. അത് ചുരുക്കി ചുരുക്കി വെച്ചിട്ട് നമ്മൾ ആ പോയിന്റിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പ് വളരെ സിമ്പിളാണ്. ഇതിലാകെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഫ്ലവേഴ്സാണ്. അപ്പം ഇങ്ങനെയുള്ള ടോപ്പുകളെല്ലാം നമ്മുടെ ബോഡി ഭയങ്കര സിമ്പിളാക്കിയിട്ട് പുറത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അതാകുമ്പോൾ സമയം നമുക്ക് ഒത്തിരി വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ഉടുപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള പല പല മോഡൽസ് നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാം കേട്ടോ. ഒത്തിരി ഹെവി ആയിട്ട് നമ്മൾ ചെയ്യുന്നതിലും എന്തുകൊണ്ട് നല്ലതായിരിക്കും നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് എന്നാൽ അതിനകത്ത് കുറച്ച് ഒരു ഭംഗി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് അത് തന്നെയായിരിക്കും. ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഡിസൈൻസ് ഉള്ള ടോപ്പുകളും അല്ലെങ്കിൽ സ്കേർട്ടുകൾ അല്ലെങ്കിൽ ഫ്രോക്കുകളൊക്കെ ആണെങ്കിൽ തുടക്കക്കാർക്കും ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ബാക്കിൽ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹുക്ക് കൊടുക്കുന്നതാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വെക്കുന്നത് രണ്ടാമത് വെച്ചത് ഐ വെക്കുന്ന ഭാഗം. അപ്പോൾ ഹുക്ക് വെക്കുന്ന ഭാഗത്തെ വീതി 2 ഇഞ്ചും ഐ വരുന്ന ഭാഗത്തെ വീതി 3 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നീളം പിന്നെ നമ്മുടെ ആ ടോപ്പിൻ്റെയിലും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഹുക്ക് വരുന്ന ഭാഗത്ത് തുണി പുറത്തൂടെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്, ഒരു 4 ഇഞ്ചിൽ. ഐ വരുന്ന ഭാഗത്ത് തുണി ഇതേപോലെ തിരിച്ചിട്ടിട്ട് അകത്താണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ മുകളിലും താഴെയും ഒന്ന് മടക്കിയിട്ട് തയ്ക്കുകയാണെങ്കിൽ പിന്നെ അത് നിവർത്തുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തിരിച്ചിടുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഒരു മടക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു മടക്ക് കൂടെ കൊടുക്കുക. അങ്ങനെ 2 മടക്ക് കൊടുത്തിട്ടൊന്ന് തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ 2 ഭാഗവും തയ്ച്ചെടുക്കുക. ഇനിയാണ് നമ്മുടെ ഈ ഒരു ഉടുപ്പിൻ്റെ മെയിൻ അവതാരത്തെ ഞാൻ കൊണ്ടുവരുന്നത്. നമ്മുടെ ഫ്ലവേഴ്സ് ആണ്. അതിനായിട്ട് ഞാൻ 4 പെറ്റൽസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചുമ്മാ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്താൽ മതി. അതിൻ്റെ നീളവും വീതിയും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ പെറ്റൽ ഇച്ചിരി വലുതായിരിക്കണം, അതിൻ്റെ ചെറുതായിരിക്കണം, പിന്നെ അതിൻ്റെ തൊട്ട് ചെറുത്, അതിൻ്റെ ഏറ്റവും ചെറുത്, അങ്ങനെ 4 സൈസിൽ നമ്മൾ ഒരു കട്ടിയുള്ള ഒരു ബോർഡിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 5 ഇതള് വീതമാണ് ഓരോ പാറ്റേൺസും ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ എടുക്കുന്ന വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണെങ്കിൽ അടുത്ത വീതി 3 ഇഞ്ചായിരിക്കണം, പിന്നെ 2 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, ആ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുക. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇതേപോലെ ആ ഒരു ഓരോ പെറ്റൽസിൻ്റെയും ഈ ഒരു എഡ്ജ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുക്കുക. ഒത്തിരി നേരം നിങ്ങളിട്ട് ഉരുക്കരുത്, കംപ്ലീറ്റ് ഉരുകിപ്പോവും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഉരുക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് ആദ്യം നല്ല തളതളയാണ് കിടക്കുന്നത്. ഇത് ഉരുക്കി കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് സ്റ്റിഫാവും. ആ ഒരു എതളിൻ്റെ അതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഉരുക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർഗാൻസ ഫാബ്രിക് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നെറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ ആ ഫാബ്രിക് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ നെറ്റിൽ തന്നെ ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ ഓരോ പെറ്റലും, അതായത് ഓരോ പെറ്റലിൻ്റെ പാറ്റേണും 5 എണ്ണം വെച്ചാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പെറ്റൽ നമ്മൾ 5 എണ്ണം വെച്ച് തയ്ച്ചെടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പെറ്റലും ഇതേപോലെ 5 നമ്പേഴ്സ് വെച്ച് തയ്ച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ, അടുത്ത മൂന്നാമത്തെ സൈസുള്ള പെറ്റൽ എടുക്കുക. അതും 5 സൈസാണ്. അങ്ങനെ നമ്മൾ ഓരോ പെറ്റൽസും ആദ്യം വലുത് തയ്ക്കുക, അതിൻ്റെ ചെറുത്, വലുതിൽ നിന്ന് ചെറുതിലോട്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്.
അത് നല്ലതുപോലെ നമ്മൾ അതിൻ്റെ ആ എഡ്ജൊക്കെ ഉരുക്കുമ്പം ഈ ഒരു ഇതൾ എത്രത്തോളം കുഴിഞ്ഞു കിട്ടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒത്തിരി നേരം ആ ഒരു തീയുടെ അടുത്ത് വെക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോറി 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 കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ അവസാനത്തെ പെറ്റൽ പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യം ഞാൻ ഓർത്തു നമുക്ക് വൈറ്റ് ബീഡ്സ് നടുക്ക് കൊടുക്കാമെന്ന്. വൈറ്റ് ആകുമ്പോൾ എല്ലാം കോമൺ ആണല്ലോ, എപ്പോഴും റെഡ് വൈറ്റ് കോമ്പിനേഷൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗ്രീൻ ബീഡ്സ് കൊടുക്കാമെന്ന്. അപ്പം ഗ്രീൻ ബീഡ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈറ്റ് വെച്ചതിലും കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫീൽ കിട്ടി. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് 3 ഗ്രീൻ ബീഡ്സ് ആണ് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 16 പീസോളം നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിന് പുറത്ത് ഗ്ലൂ ഗൺ ഉണ്ടാവുമല്ലോ, ഗ്ലൂ ഗൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് ആ പൊസിഷൻ എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മളൊന്ന് തയ്ച്ചും കൂടി കൊടുക്കുക. അപ്പം നല്ല സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. ആ പശയൊന്നും ഇളകി പോകാണ്ട് തന്നെ ഇരുന്നോളും. പശ മാത്രം ഒട്ടിച്ച് വെച്ചാൽ നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, എപ്പോഴാണ് അത് ഇളകി പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പശ ഒട്ടിച്ചതിന് ശേഷം തയ്ക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനത്തെ ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. 16 പീസല്ല, നമുക്ക് 12 പീസേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കി ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ, അതായത് നമ്മുടെ ബോഡി കാണാണ്ട് ഫ്ലവേഴ്സ് മാത്രം ഇങ്ങനെ അടുക്കി ഇരിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും ഫൈനൽ ലുക്ക് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ടോപ്പ് നല്ല ഗ്യാതേർഡ് സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.